നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ സ്നേഹിക്കുന്ന സച്ചേട്ടനും പരിഗണിക്കുന്ന വീട്ടുകാരും ഉണ്ടല്ലോ. മറ്റൊരു കുറവും തൽക്കാലത്തേക്ക് എന്നെ ബാധിക്കില്ല. അതുകൊണ്ട് കുത്തി നോവിക്കാനായിട്ട് വരുമ്പോഴൊക്കെ നിങ്ങളുടെ കവിളിലെ കല്ലിപ്പ് ഓർമ്മയിലുണ്ടാവണം. മോൾക്ക് ഒരു ടെൻഷനും വേണ്ട. രാജീവൻ മോളെ പൊന്നുപോലെ നോക്കും. എന്നാ ശരി മോളെ. പോട്ടെ അർച്ചനെ. ആ പോയിട്ടു അമ്മ. എന്നാ പിന്നെ ശരിയാ വന്തിക. അല്ല അവന്തികയുടെ മുഖത്തെന്ത് പറ്റിയതാ? ഈ സൈഡില് എന്തു പറ്റിയതാ? അത് ഞാനൊന്ന് വീണതാ. ഓ, എടുത്ത് കുഞ്ഞുങ്ങളെ പോലെ നേരെ നടക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് വീഴും. ദേ വരുന്നോ? ശരി എന്നാ. ശരി പോട്ടേടി. വാ മോളെ. ധനുഷ് ചിരി നിർത്ത, എന്നിട്ട് കാര്യത്തിലോട്ട് വാ. എന്നിട്ട് വിവാഹ തീയതി ഉറപ്പിച്ചോ അവര്? വിവാഹ നിശ്ചയം ഉടനെ ഉണ്ടാവും. നീ പറഞ്ഞിട്ടാ എല്ലാത്തിനും ഞാൻ മിണ്ടാ നിന്നു കൊടുക്കുന്നെ. അങ്ങോട്ടേക്ക് പോകുന്തോറും കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പൊക്കൊണ്ടിരിക്കുക. അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ കൈപ്പിടിയിൽ തന്നെയാ ഉള്ളത്. വിവാഹ നിശ്ചയമല്ലേ, വിവാഹമൊന്നുമല്ലല്ലോ. നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ വിവാഹം ഉണ്ടാവും. അത് മുടക്കി എല്ലാരെയും വിഷമിപ്പിക്കുന്ന എന്തിനാ? ആർക്കാ അവിടെ വിഷമം? വിവാഹത്തിന്റെ അന്ന് കള്ളക്കേസിൽ കുടുങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയ എന്റെ വിഷമത്തിന്റെ അത്രയൊന്നും അവിടെ ആർക്കും വരാനില്ല. ചെയ്യാത്ത കുറ്റത്തിന് 14 ദിവസം ജയിലിൽ കിടന്ന എന്റെ അത്രയും വിഷമം മറ്റാർക്കാ അവിടെ? എല്ലാത്തിനും സമ്മതിച്ചു കൊടുത്തിട്ട് ഞാനായിട്ടത് എങ്ങനെ മുടക്കും? അങ്ങനെ മുടക്കിയാ പിന്നെ എന്നെ ആ വീട്ടിൽ അവര് പിന്നെ നിർത്തില്ല. നീയാണെങ്കിൽ അവര് സമ്മതിക്കാതെ തന്നെ കൊണ്ടുപോവേയില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യും? നീ ധൈര്യമായിട്ടിരിക്കും സ്നേഹ. നീ ഭയപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും ആ തീരുമാനത്തിനനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും എല്ലാത്തിനും അവസാനം സ്നേഹയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ഈ ധനുഷായിരിക്കും. അതും നിനക്കായി ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന താലി. ആ ഉറപ്പ് ഞാൻ മുന്നേ നിനക്ക് തന്നിട്ടുള്ളതാ. ഒരു കാരണം കൊണ്ടും ആ ഉറപ്പിന് ഒരു കുലുക്കം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. എങ്ങോട്ടാണ് തമ്പുരാട്ടി എഴുന്നള്ളുന്നത്? അല്ല, മുന്നത്തെ പോലെ നാട് വിട്ടു പോകാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോണെന്ന് കരുതി പറഞ്ഞതാ. അങ്ങനെ നിങ്ങളെ ഇവിടെ ജീവിക്കാൻ വിട്ടിട്ട് ഞാൻ നാട് വിട്ടു പോകുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തിരിച്ചു വരുന്ന യാത്രകൾക്ക് അർച്ചന പോവാറുള്ളൂ. തിരിച്ചു വരണം. നീ എന്റെ കൺമുന്നിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവണം. ഒരിക്കലും ഫലപ്രാപ്തി കിട്ടാത്ത നേർച്ചകൾ നടത്തി നീ ഇതുപോലെ തന്നെ ഉണ്ടാവണം. കുടത്തിൽ വെള്ളം കോരി ഭഗവാന്റെ പ്രീതി പിടിച്ചു പറ്റുകയോ ഉറങ്ങാതിരുന്ന് നാമം ജപിച്ച് ഈശ്വര കടാക്ഷം നേരിട്ട് വാങ്ങുകയോ ചെയ്ത് നീ ഇവിടെ ഏതെങ്കിലും ഒരു കോണിലുണ്ടാവണം.
അവന്തികയുടെ അവസാനത്തെ ജയം കാണാൻ നീ ഇവിടെ വേണമെന്ന എന്റെ ആഗ്രഹം. ആ ആഗ്രഹം സാധിച്ചു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചൊന്ന് നിങ്ങൾക്ക് തോന്നെടുത്ത് അർച്ചന ഉണ്ടാവും അവസാനത്തെ പോരാട്ടത്തിന്. അതിനുള്ള മനഃശക്തി ഇപ്പോഴും ഉണ്ട് അർച്ചനയ്ക്ക്. അത് വെറുതെ. പഴയ മനഃശക്തി ഒന്നും ഇല്ല അർച്ചനയ്ക്ക്. എന്തിനും മുന്നിലുണ്ടാവുന്ന നാവുകൊണ്ട് പറയുമ്പോഴും അർച്ചനയെ പിന്നോട്ട് വലിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താ ഇല്ലേ? അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയ അതിന്റെ അവസാനം അർച്ചനയുടെ കണ്ണുകൾ നിറയും, മനസ്സ് തകരും. ഇതുപോലെ ഉത്തരവില്ലാതെ എന്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യും. പക്ഷേ അത് ഞാൻ എപ്പോഴും പറയില്ല. എപ്പോഴും പറഞ്ഞ് കരയിപ്പിച്ച കരഞ്ഞു കരഞ്ഞ് നിന്റെ മനസ്സ് കല്ലായി മാറും. പിന്നെ അത് ഏൽക്കാതെ വരും. നല്ല നല്ല അവസരങ്ങൾ വരുമ്പോ ഞാനത് കുറച്ചു കുറച്ചായി കുത്തിനോവിച്ചോളാം. നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റില്ല. അത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ നോവിക്കുമായിരിക്കും. ശരിയാ, നിങ്ങളല്ല, അതാര് പറഞ്ഞാലും എനിക്ക് നോവും എന്ന് കരുതി എല്ലാ കാലത്തും എന്നെ അത് പറഞ്ഞ് തളർത്താന്ന് കരുതണ്ട. അങ്ങനെ നിങ്ങൾ കരുതിയാലും ഞാൻ അങ്ങനെ തകരാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ മുന്നിൽ. എന്നെ സ്നേഹിക്കുന്ന സച്ചേട്ടനും പരിഗണിക്കുന്ന വീട്ടുകാരും ഉണ്ടല്ലോ. മറ്റൊരു കുറവും തൽക്കാലത്തേക്ക് എന്നെ ബാധിക്കില്ല. അതുകൊണ്ട് കുത്തി നോവിക്കാനായിട്ട് വരുമ്പോഴൊക്കെ നിങ്ങളുടെ കവിളിലെ കല്ലിപ്പ് ഓർമ്മയിലുണ്ടാവണം. ഇനി ചിലപ്പോ അത് രഹസ്യമായിട്ടായിരിക്കും. മാറങ്ങോട്ട്. എന്താ ചേച്ചി ഇത്? കുഞ്ഞിന് വയ്യെന്ന് മനസ്സിലാക്കിയിട്ടും ആശുപത്രി കൊണ്ടുപോവുകയോ മരുന്ന് കൊടുക്കുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാൻ അർച്ചന? ഇതെനിക്ക് ചേട്ടനോട് പറയാനല്ലേ പറ്റൂ. എത്ര തവണ ഞാൻ പറഞ്ഞെന്നറിയോ? ശിവേട്ടൻ കേട്ട ഭാവം നടിച്ചില്ല. ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ അത് മാറിക്കോളെന്നും പറഞ്ഞ് എന്നെയും പോവാൻ സമ്മതിക്കില്ല. ചേട്ടൻ ഇതെന്താ പറ്റിയെന്ന് അറിയില്ല. ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. എപ്പോഴും എന്നോടും മോളോടും ദേഷ്യോ. ആ അർച്ചന മേഡം എപ്പോ വന്നു? ഇപ്പൊ വന്നേണു ശിവേട്ട. കുഞ്ഞിന് വയ്യാതിരുന്നിട്ടും ശിവേട്ടൻ എന്താ ആശുപത്രി കൊണ്ടുപോകാതിരുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.